എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നതേ പൂളപ്പുട്ട് അല്ലെങ്കിൽ കപ്പപ്പുട്ട്, വെള്ളുകപ്പ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും അറിയാൻ സാധ്യതയില്ല, കാരണം ഇത് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില വീടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറേ കസ്റ്റമേഴ്സ് വന്നിങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുമായിരുന്നു പൂളപ്പുട്ടുണ്ടോ. അപ്പോൾ ചില സ്ഥലത്ത് പൂളയെന്ന് കേട്ടോ പറയാറുള്ളത്, ചിലർ കപ്പ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പൂളയെന്നാണ് എല്ലാവരും പറയാറുള്ളത്, പൂളപ്പുട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചപ്പോൾ ഞങ്ങൾ നമുക്ക് നല്ല പൂള കിട്ടാൻ വേണമല്ലോ, കയ്പൊന്നും ഇല്ലാത്ത. എങ്കിലും നമ്മളിത് കൊണ്ടുവന്നതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് നന്നായ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താ, ഞങ്ങൾ കപ്പ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങി അത് എല്ലാം ഉണക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പൊടിക്കാൻ പോവാണ്. അപ്പം കഴിച്ചിട്ടില്ലാത്തവർക്കും കഴിച്ചവർക്കൊക്കെ അതിൻ്റെ രുചിയൊക്കെ ഇപ്പോഴും നാവിൽ നിൽപ്പുണ്ടെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലത്തൊന്നും ഇല്ല, കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. നല്ല പണിയുണ്ടേ. അപ്പോൾ അത് കൊണ്ടുവന്ന് ഉണക്കി വെട്ടിപ്പറിച്ചൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അത് കാരണം പലരും വന്ന് പറയും ഇതിന് കുറച്ച് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം കുറേ ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അത് ഫുള്ള് കഴിഞ്ഞു. ഇത് രണ്ടാമത് ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് പൊടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ പൂള മില്ലിലിട്ടിട്ടുണ്ട് കേട്ടോ, പൊടിക്കാൻ പോവാണ്. ഇത് പൊടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതങ്ങനെ പൂള മുഴുവൻ പൊടിച്ചു കേട്ടോ, പൊടിച്ചെടുത്ത പൊടിയാണിത്. അപ്പോൾ വണ്ടി പോണ സൗണ്ടാണ് കേൾക്കുന്നത്. നമ്മുടെ മില്ല് റോഡ് സൈഡാണ് കേട്ടോ, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവർ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കുക, നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഇതൊരു മിക്സും ഇല്ല കേട്ടോ, പൂളെങ്കിൽ പൂള മാത്രം, അല്ലാണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന പോലെ മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കുകയില്ല. 100% പൂള മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.